ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെച്ചൊരു ലോങ് വീഡിയോ ചെയ്യാം. കാരണം ഹെയർ കെയറിനെ പറ്റി ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കരുതി ഗൈസ്. അപ്പം ഞാൻ എന്താണോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായത് ഞാൻ എന്താണോ എൻ്റെ ഹെയറിന് വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ളത് അത് നിങ്ങളുമായിട്ട് ഷെയർ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഗൈസ്, ഈ ഹെയറിൻ്റെ കാര്യം ഈ പാരമ്പര്യമാണ് അല്ലാത്ത എന്താണ് നമ്മൾ നോർമലി എന്താ പറയുക അല്ലാത്തവരും ഉണ്ട്. ചിലപ്പോൾ പാരമ്പര്യത്തിൽ മുടിയൊക്കെ കുറവുള്ളവരും കാണും, കൂടുതലുള്ളവരും കാണും. എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് നല്ല മുടിയുണ്ട്. അപ്പോൾ സ്വാഭാവികം എനിക്കും മുടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു കാര്യം, രണ്ടാമത്തെ ഒരു ഫാക്ടർ, എത്ര പാരമ്പര്യമാണെങ്കിലും നമ്മൾ മുടി സൂക്ഷിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മുടി കെയർ ചെയ്യുന്നത് ഗൈസ്, അതുപോലെ ഇരിക്കും നമ്മൾ എന്താണ് മുടിയുടെ കാര്യം, നമ്മുടെ മുടിയുടെ ഹെൽത്ത് എങ്ങനെ ഇരിക്കും, നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മുടിയുടെ ഹെൽത്ത് നോക്കിയാലും നമുക്കത് മനസ്സിലാവും. ഇപ്പം എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് ഹെയർ കെയർ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ മുടി നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം എൻ്റെ ആ ഹെയർ കെയർ ടിപ്സൊക്കെ ഇനി വരുന്ന ഇതിൽ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ അത് പാരമ്പര്യത്തിൻ്റെ കാര്യം അത് പറഞ്ഞല്ലോ. പിന്നെ ഗൈസ്, പാരമ്പര്യം മാത്രമല്ല, നമ്മൾ എങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ മുടി എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തൊരു ഫാക്ടർ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പല്ല അകലമുള്ള ചീപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം മുടി പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കോമ്പ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ തടിയൊക്കെ കിട്ടും ഗൈസ്, അതൊക്കെ ഉപയോഗിക്കണം നല്ലത്. എനിക്കിപ്പോൾ പ്ലാസ്റ്റിക് വാങ്ങിക്കാനുള്ള ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. ഞാൻ ഇനി മുന്നോട്ട് ഞാൻ തടി വാങ്ങിത്തടി. അപ്പം എന്താണ്, ഇതുപോലെയുള്ള ചീപ്പിട്ട് കോമ്പ് ചെയ്യാൻ ശ്രമിക്കുക. കോമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, താഴെന്ന് താഴെ നിന്ന് ഇങ്ങനെ മേളിലോട്ട് കോമ്പ് ചെയ്ത് പോവുക. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വല്ല ഒടുക്കമുണ്ടെങ്കിൽ മുടി കംപ്ലീറ്റ് അറ്റത്തുള്ളത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് താഴെ നിന്ന് എന്ത് ചെയ്യുക, മേളിലോട്ട് കോമ്പ് ചെയ്ത് കൊടുത്ത് ആ ഉടക്കൊക്കെ കംപ്ലീറ്റ് മാറ്റാൻ പറയുന്നത്. അപ്പം ഇങ്ങനൊരു കോമ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓയിലിംഗ്, ഹെയർ ഓയിലിങ്ങിൻ്റെ കാര്യം പറയാം ഗൈസ്. ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ ദണ്ട് ഇതാണ്, കോട്ടക്കൽ നീലഭൃങ്ങാതി കേരതൈലം. ഇത് ഞാൻ എൻ്റെ പ്ലസ് 1 ഗൈസ്, ഞാൻ മറ്റേ ആയുർവേദിക് പാരച്യൂട്ട് ആയുർവേദിക് ഇല്ലേ, നമ്മുടെ ഒരു മണമുള്ള ഒരു നീലയും ഓറഞ്ചും പാക്കേജ് ഒക്കെ ഉള്ളത്, അതിൻ്റെ പടം കിട്ടുകയാണെങ്കിൽ ഇവിടെ കാണിക്കുക ഇവിടെ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് ആദ്യമൊക്കെ കുഴപ്പമില്ല. ഞാൻ 10th ഒരു 8th തൊട്ട് ഒരു +2 വരെ ഞാൻ അത് തന്നെ ഉപയോഗിച്ചു ഗൈസ്. അപ്പം തന്നെ എൻ്റെ മുടിയിലൊരു കാര്യം സൂപ്പറായി മാറി. കാരണം ആദ്യമൊക്കെ അത് ഇറങ്ങണല്ല ഗൈസ്, ആദ്യമൊക്കെ ഞാൻ അത് ഉപയോഗിച്ചിരുന്നപ്പോൾ എനിക്ക് അത്ര കെമിക്കലൊന്നും വലിയ ഫീൽ ചെയ്തില്ല. പിന്നെ ആയപ്പോൾ അതിൻ്റെ മണവും ഫ്രാഗ്രൻസും കൂടി വല്ലാത്തൊരു മത്ത് പിടിപ്പിക്കുന്നത്. പിന്നെ എനിക്കത് ഇഷ്ടപ്പെടാതെ ഞാൻ നിർത്തിയതാണ്. അത് നിർത്തിയപ്പോൾ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലായി. മുടി കൊഴിച്ചിൽ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു എണ്ണ നിർത്തുമ്പോൾ നമുക്ക് മുടി കൊഴിയും അല്ലേ, നമുക്ക് മുടി ഓട്ടോമാറ്റിക്കലി കൊഴിയും. അപ്പോൾ എന്നാലും പക്ഷേ ഇത് ഭയങ്കര ഡ്രാസ്റ്റിക്, കംപ്ലീറ്റ് എൻ്റെ മുടിയും കൊഴിഞ്ഞു പോയി. അതിനുശേഷമാണ് ഞാൻ ഈ എണ്ണ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇത് ഗൈസ്, ഇത് ആയുർവേദത്തിൻ്റെയാണ്, ഇത് നീലഭൃങ്ങാതി കേര തൈലമാണ്. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2020 തൊട്ട് ഇപ്പോൾ 24 ഗൈസ്. 4 വർഷം കൊണ്ട് ഞാൻ ഇപ്പോൾ ജൂൺ കഴിയുമ്പം 4 വർഷമാകുമ്പോൾ ഞാൻ ഈ എണ്ണ 4 വർഷം കൊണ്ട് ഉപയോഗിക്കുകയാണ്. എനിക്ക് നല്ല റിസൾട്ടാണ് ഗൈസ്, അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് എണ്ണ കിട്ടുന്നില്ല, എണ്ണ ഇങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ വാങ്ങി നോക്കൂ. ഇതെത്ര 200 രൂപയാണ് ഗൈസ്. ഇത് എത്ര ml നോക്കട്ടെ 200 ml 230 ഗൈസ്, 230. അപ്പം നല്ല അടിപൊളി ഓയിലാണ്. നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചു നോക്കുക. അപ്പോൾ ഓരോരുത്തരെ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഇത് കണ്ടിട്ട് ഇനി നിങ്ങൾ മാറ്റി ഉപയോഗിക്കുക, എൻ്റെ മുടി ഇത്ര ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി ഉപയോഗിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഏതെണ്ണ, വീട്ടിലമ്മ ചിലപ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും, കാച്ചെണ്ണ ആയിരിക്കും, വേറെ ഏതെങ്കിലും എണ്ണ ആയിരിക്കും, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പം ഇത് കണ്ടിട്ട് മാറ്റി ഉപയോഗിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പം ഇത് എനിക്ക് എന്താണ് അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പം എൻ്റെ ആ ഒരു ഓയിലിങ്ങിൻ്റെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഹെയർ വാഷിംഗ് ആണ് അടുത്തത്. ചിലർ ബക്കറ്റ് വാഷ് ചെയ്യാറുണ്ട്. തല ഇങ്ങനെ കുമ്പിട്ട് ബക്കറ്റിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ലാഞ്ച് അങ്ങനെ പറയില്ലേ, അങ്ങനെ നമ്മളങ്ങനെയൊക്കെയാണ് പറയാം. അങ്ങനെയൊന്നും ചെയ്യരുത് ഗൈസ്. കാരണം ഈ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ 1-2 പ്രാവശ്യം ഇങ്ങനെ മുക്കുമ്പോഴത്തേനും ആ കംപ്ലീറ്റ് ഡേർട്ട് വീണ്ടും നമ്മുടെ തലയിൽ കയറുകയാണ്, നമ്മുടെ തലയോട്ടി കയറുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബക്കറ്റ് വാഷ് ചെയ്യാതെ നിങ്ങൾ എന്താണ്, തലമുടി ഇൻവേർഷനായിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിർത്തി തലമുടി ഇങ്ങനെ ഇട്ടിട്ട് അത് പതിയെ കപ്പ് വെച്ച് പതിയെ വെള്ളമൊഴിച്ച് കഴുകി കളയുന്നതായിരിക്കും
അങ്ങനെ ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഇൻവേർഷൻ മെത്തേഡ് ഈ അസുഖമൊക്കെ ഉള്ളവർ, BP, പിന്നെ എന്താ തലകർക്കമൊക്കെ ഉള്ളവർ, പിന്നെ പ്രഗ്നൻസി ആയിട്ടുള്ളവർ, പീരിയഡ്സ് ഒക്കെ ഉള്ളവർ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോഴത്തെ ടൈമിൽ ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് നമുക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഇൻവേർഷൻ മെത്തേഡ്, തല ഇങ്ങനെ കുനിഞ്ഞിട്ട് പതിയെ മകിൽ വെള്ളം എടുത്ത് പതിയെ ഒഴിച്ച് കളഞ്ഞ് എടുക്കും. പിന്നെ തോർത്തിൻ്റെ കാര്യം കേസ്, നമ്മൾ ഇപ്പോൾ കോമ്പാവട്ടെ, നമ്മുടെ ചീപ്പാവട്ടെ, തോർത്താവട്ടെ, നമുക്ക് ഒരാൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർക്ക് എന്തെങ്കിലും ഡാൻഡ്രഫോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കും കൂടി കിട്ടാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായിരുന്നാലും അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ഹെയർ വാഷിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ടവലിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ മൈക്രോഫൈബർ ടവൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ബോഡിക്കും നമ്മുടെ ഹെയറിനും സെപ്പറേറ്റ് ടവൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ ഹെയറിന് 2 ടവൽ യൂസ് ചെയ്യും ഗൈസ്, ബോഡിക്ക് 1, അങ്ങനെ ഞാൻ 3 ടവൽ മൊത്തത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കാരണം എൻ്റെ ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ തോർത്തിട്ടില്ല ഗൈസ്. നമ്മൾ തല കഴുകിയിട്ട് നമ്മൾ തലമുടി നമ്മളിങ്ങനെ പുറകിൽ ഇങ്ങനെ കെട്ടി വയ്ക്കത്തില്ലേ, കെട്ടി വെച്ച് കുറേ കഴിഞ്ഞിട്ട് അടുത്ത ടവലെടുത്ത് അതേപോലെ കെട്ടി വെച്ച് ആ കംപ്ലീറ്റ് വെള്ളം ആ തോർത്തിൽ ഇങ്ങനെ പിടിപ്പിക്കും. ഒരു 5-10 രണ്ടും കൂടെ ചേർത്ത് 10 മിനിറ്റേ ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മുടെ തലമുടി നനഞ്ഞിരിക്കുന്ന സമയം നമ്മളിങ്ങനെ തോർത്തിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ കംപ്ലീറ്റ് പൊഴിഞ്ഞു പോകും ഗൈസ്. അപ്പം നമ്മൾ കുറേ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഹെൽത്തി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചെറിയ കാര്യങ്ങളാണ് ഇതല്ല അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളാണിത്. അപ്പോൾ ഇതിലൊന്ന് ശ്രദ്ധ വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ കോമ്പിൻ്റെ കാര്യം പറഞ്ഞു, ടവലിൻ്റെ കാര്യം പറഞ്ഞു, ഹെയർ വാഷിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത ഹെയർ വാഷ് ആഴ്ചയിൽ എത്ര ദിവസം ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സത്യം പറയല്ല ഗൈസ്, ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യുന്ന ആളാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ശീലിച്ച ഒരു ശീലമാണ് എല്ലാ ദിവസവും കുളിക്കുക എന്നുള്ളത്. എനിക്ക് എല്ലാ ദിവസവും കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഒരു ഭയങ്കര ഇറിറ്റേഷനാണ്. ചൂടും കയറി ഇങ്ങനെ മേല് മാത്രം കഴിയാൻ എനിക്ക് ഒട്ടും ശരിയാവില്ല ഗൈസ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്ന ഒരാളാണ്. പിന്നെ മാത്രമല്ല ചിലവർ എല്ലാ ദിവസവും തല കഴുകാറില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ഗൈസ്, ഞാൻ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. പിന്നെ എനിക്ക് ഒരു ദിവസം പോലും കുളിച്ചില്ലാന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ ആ ഇറിറ്റേഷൻ. രണ്ടാമത്തെ കാര്യം ഗൈസ്, ഒരുപാട് കണ്ടമാനം മുടി എൻ്റെ തലേന്ന് ഇങ്ങനെ പൊഴിയും, ഇഷ്ടം പോലെ മുടി പൊഴിഞ്ഞിട്ട് പിന്നെ ഒരു രക്ഷയും കാണൂല. അതാണ് സംഭവം. പിന്നെ എന്ത് ചെയ്യുന്നുള്ള ഒരു ഐഡിയ കിട്ടൂല. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ കുളിക്കുമ്പോൾ നോർമലും ആവും. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പം പനിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാനെല്ലാം ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആൾ തന്നെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് ഗൈസ്. അതൊക്കെ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്, ഞാൻ മറന്നുപോയി ഗൈസ്. കോമ്പ് ടവല് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് എന്നെ ഓർമ്മിപ്പിക്കണം ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ ഡയറ്റ്, നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്സ്. ഫുഡ് എന്ന് പറയുന്നത് ഇലക്കറികൾ, നിങ്ങൾക്കറിയാം ഇലക്കറികൾ. പിന്നെ ഈ നമ്മുടെ കറിവേപ്പില കുറുക്കുണ്ട് ഗൈസ്. നമ്മൾ ഈ പീരിയഡ്സ് ഒക്കെ ആകുമ്പോൾ പണ്ടത്തെ അമ്മൂമ്മമാരെ, ഇപ്പം എൻ്റെ അമ്മൂമ്മയും എൻ്റെ അമ്മയൊക്കെ എനിക്ക് പറഞ്ഞത് ഒരു കറിവേപ്പില കുറുക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ട്രിവാൻഡ്രം കാര്യമാണ് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അവിടെയൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ അറിയായിരിക്കും. അപ്പോൾ കറിവേപ്പിലിട്ട് കരിപ്പട്ടിയൊക്കെ ഇട്ട് കുറുക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം ഗൈസ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കുക കേട്ടോ. അത് നല്ല അടിപൊളി കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഇലക്കറിയല്ലേ ഗൈസ്, ഇലയല്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും കറിയല്ല, ഇല കുറുക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഹെയറിന് തന്നെ നല്ല അടിപൊളിയാണ്. അത് പുരുഷന്മാർക്കും കഴിക്കാം, സ്ത്രീകൾക്കും കഴിക്കാം, നോ പ്രോബ്ലം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാതെ നമ്മുടെ വയറിനും നല്ലതാണ്, നമ്മുടെ ഡൈജഷനും ഒക്കെ നല്ലതാണ് നമ്മുടെ കറിവേപ്പില. പിന്നെ ചിയാ സീഡ് ഗൈസ്, ചിയാ സീഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ല ഗൈസ്, ചിയാ സീഡ് ഇതുണ്ടല്ലോ, ഇത് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് നമുക്ക് നല്ലൊരു ഹെയറിന് നല്ല എന്താ പറയുക, ഇതിൽ എന്താ പറയുക, omega-3 ഫാറ്റി ആസിഡ്, കാൽഷ്യം, പ്രോട്ടീൻ, ആന്റി ഓക്സിഡൻസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതേപോലെ ഇടാം. അപ്പൊ ഇത് സബ്ജ സീഡ്, നമ്മുടെ ഈ കസ്കസ് അല്ല, നമ്മൾ ജ്യൂസിലൊക്കെ ഇട്ട് കുടിക്കുന്ന കസ്കസ് ഒന്നും അല്ല. ഇത് നമ്മുടെ ചിയാ സീഡാണ്. ഇത് നല്ല ഹെയറിന് നല്ലതാണ് ഗൈസ്. ഞാനിപ്പം ഡയറ്റൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പോൾ പിന്നെ ഹെയർ പാക്സ്, ഞാൻ അങ്ങനെ വലിയ ഹെയർ പാക്ക് ഒന്നും ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്ന കുറച്ച് ഹെയർ പാക്ക് ഉണ്ട്, അതും ഞാൻ വീഡിയോയിൽ
ഇടാം. അതും ഗൈസ് എനിക്ക് സമയം കിട്ടുമ്പോഴേ ഞാൻ ഹെയർ പാക്സ് ചെയ്യാറുള്ളൂ. അത് ഞാൻ ഇടുന്ന ഹെയർ പാക്സ് ഞാൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് ഉണ്ട്. പക്ഷെ എന്താണ് ഇപ്പം എനിക്ക് സമയമില്ല, ഞാൻ അധികം ചെയ്യാറില്ല ഗൈസ്. പിന്നെ തണുപ്പും കൂടി ആയതുകൊണ്ട് ഇപ്പം ഒരു മഴ സീസണൊക്കെ ആണല്ലോ, അപ്പം അതും കൂടെ എനിക്ക് സൈനസൈറ്റിസ് ഒക്കെ ഉള്ള ആളായതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം ഹെയർ പാക്കിന്റെ കാര്യം വീഡിയോ ഒക്കെ ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾ ഇത്രയും എനിക്കൊരു ഇത്ര വീഡിയോയിൽ ഇപ്പം കുറച്ചും കൂടെ എന്നാൽ ലോങ് ആയിപ്പോ ലെങ്ത് ആയിപ്പോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് സജഷൻസ് വീഡിയോയിൽ എന്തൊക്കെ തിരുത്താമൊക്കെ സജഷൻസ് ഒക്കെ പറയാം. എനിക്ക് ഈ ക്യാമറ നോക്കി ഞാൻ പണ്ടേ പറഞ്ഞില്ലേ ഗൈസ്, ക്യാമറ നോക്കി സംസാരിക്കുന്നത് ഇച്ചിരി പാടാണ്. ഇപ്പം പഠിച്ച് വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാനൊരു ഫോട്ടോഗ്രാഫറിന്റെ മോളാണ് ഗൈസ്. അപ്പം എനിക്ക് ക്യാമറ ഫിയർ പണ്ടേ ഇല്ല. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് എൻ്റെ കുഴപ്പം. എന്തായാലും കൊള്ളാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ ഇനിയും ഹെയർ കെയർ വീഡിയോസ് ഉൾപ്പെടുത്താം, പാക്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.